എന്റെ അമ്മേ. രാവിലെ തുടങ്ങിയ ഇപ്പൊ തുടങ്ങിയുള്ളൂ. താറാമഞ്ചേട്ടത്തി ഒരു ബോംബ് നോക്കട്ടെ. ഒന്ന് ബഹളം വെക്കാൻ നിക്കണ യക്കന്മാരെ, എന്തോ ചെയ്യ നിങ്ങളെ കൊണ്ട്. അപ്പൊ കൊട്ടോടി മാത്രമല്ല, താറാമച്ചേടത്തി ബോംബ് ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലേ? അതേടാ, നിന്റെ ഒക്കെ തലതൊട്ടപ്പന്റെ തല കളയാൻ എന്തിനാടാ വടി കൊടുത്ത് അടി മേടിക്കുന്നത്? ചേട്ടത്തി ഒരു 100 എടുത്തേ. ആ മക്കളെ ഒരു ഗ്ലാസ് വെള്ളം. അല്ലോ എന്തൊരു ചൂട്. വേഗം താഴെ. ആ കൊണ്ടുവരുന്ന. ചേട്ടൻ എന്ത് പണിയായി കാണിച്ചേ? വെള്ളം എനിക്ക് സാധനം മുസ്ലിയാർക്കും കൊടുത്താ? അല്ലാണ് സത്യം പറ, ഇത് എന്ത് വെള്ളാണ്? അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറും. അല്ലെങ്കിൽ സ്വഭാവം മാറും. 2 മിനിറ്റ് കഴിയട്ടെ. അത് ശരി. അപ്പൊ കള്ളു കച്ചവടാണല്ലേ? സർക്കാർ ചാറാമ്മയുടെ ഉപ്പാപ്പനെ കൊണ്ട് നമ്മൾ സർക്കാർ താരമേ ശരിക്കും നിനക്ക് അറിയില്ല. അടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റി നോക്കിക്കോ നീ. ആ അയ്യോ ചാമ്പി പോലീസ് ഒഴിവാക്കും അടി. നീ വേഗം പോയി കുളിക്കടി. എന്താ മാസാറേ, വല്ലോരും വല്ലതും വെച്ച് മറന്നോ? നോക്ക്, നല്ലോണം നോക്ക്. അയ്യോ അങ്ങനെ നോക്കല്ലേ സാറേ, സാറാമ്മ പേടിച്ചു പോയില്ലേ? സാറേ എടുക്കട്ടെ? ചായ ചായ ചായ. എന്റെ ചായ ഇത്ര കുടിച്ചാ മതി. നീലഗിരി ചായ പൊടിയാ. അല്ലെങ്കിൽ ഈ പോലീസുകാരന്മാരെ ഉള്ളിലിരുന്ന് മുഖത്ത് കാണിക്കുന്നു. തലയിൽ വെള്ളം താഴണ്ട. തപ്പിട്ടൊന്നും കിട്ടിയില്ല അല്ലേ? സാരമില്ല, എപ്പോഴെങ്കിലും ഒരിക്കൽ കിട്ടുമെന്നറിയാം. ഓക്കെ മാറി നിൽക്കണ എല്ലാരും. ഇതൊക്കെ പതിവല്ലേ, നിങ്ങളിരുന്ന് കഴിക്ക്. ഇതാരാണ് സാധനം എന്നറിയോ? ആരാണ്? കട പൂട്ടിക്കിടക്കുന്നല്ലോ. ചേട്ടച്ചാരുടെ വെടി തീർന്നോ? കൊച്ചച്ഛൻ അടുത്ത കാലത്തൊന്നും ലീവ് കിട്ടില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നഗരം ലീവ് എഴുതി തന്നു സീതമോളെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, എന്നിട്ട് വരാഞ്ഞ എന്താ? ഇതാര് രാഘവേട്ടനോ? എന്താ എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? പോയില്ലേ, എല്ലാം പോയില്ലേ. നിങ്ങൾക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയാറുന്നില്ലേ? എന്റെ ഏക ചേട്ടാ, ചേട്ടനെങ്കിലും ഒരു വാക്ക് പറയാറുന്നില്ലേ? അതൊക്കെ പോട്ടെ, ഈ വീടിന്റെ ആധാരവും പ്രമാണമൊക്കെ എവിടെ ഇരിക്കുന്നേ? എന്ത്? ഈ വീടിന്റെ ആധാരവും പ്രമാണമൊക്കെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയൂ. രാഘവ, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി.
നമ്മൾ രണ്ടാളും ഒരച്ഛന്റെ മക്കളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുകൊണ്ട് മൂടിക്കോ. പൊടി കഷ്ടം, വെറുതെ ആശിച്ചു. ഈ ഫോട്ടോ പരിപാടി നിന്റെയാണോ? അത് ഞങ്ങളുടെ കോളേജിലെ നാടകമാ. അതിന്റെ റിഹേഴ്സലിന് വേണ്ടി ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചതാ. എന്താ നാടകത്തിന്റെ പേര്? തട്ടിപ്പും വെട്ടിപ്പും. നല്ല പേര്. ആ നാടകം കഴിഞ്ഞ് ഫോട്ടോ ഇങ്ങ് ഭദ്രമായിട്ട് കൊണ്ടുവരണം. മിക്കവാറും ഉടനെ ഇവിടെ ആവശ്യം വരും. നീ മാറി. കൊച്ചച്ച അഭിനയം കലക്കേട്ടാ. ഇങ്ങനെ അഭിനയിച്ചിട്ട് തന്നെ എന്നെ നിലം തൊടിയിക്കുന്നില്ല. നിന്റെ അച്ഛനും അച്ഛന്റെ രണ്ടാം വേളയും കൂടി എന്നെ ഇവിടുന്ന് കെട്ടിച്ചില്ലേ? ഏതായാലും ഇനി കുറച്ച് ദിവസം ഞാനിവിടെ കാണും. എനിക്ക് കുറച്ച് കോൺട്രാക്ട് സൈൻ ചെയ്യാനുണ്ട്. കുറച്ച് ദിവസം, കുറച്ച് മണിക്കൂർ കൊച്ചച്ഛന് ഇവിടെ ഇരിക്കില്ല. ആഹാ, അത്രത്തോളം ആയോ നിന്റെ ചിറ്റമ്മ? മിക്കവാറും അവര് നിന്നെ ഇവിടുന്ന് വാഴ്സലാക്കും. ചിറ്റമ്മ കേക്കണ്ട. പിന്നെ ആ ചായക്കട നടത്തിയിരുന്ന മോഹനുമായി ഭയങ്കര അടുപ്പത്തിലായിരുന്നു. ചുമ്മാതല്ല അവന്റെ കട പൂട്ടിയത്. പൂട്ടിയതല്ല, അച്ഛൻ പൂട്ടിച്ചതാ. ഒരു ദിവസം നോക്കുമ്പോ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഭയങ്കര സല്ലാപം. അച്ഛൻ കണ്ട് കയ്യോടെ പിടിച്ചു. മോഹനെ ശരിക്കും തല്ലിയിട്ടി. ഇപ്പൊ ആശുപത്രിയില്ല. എന്ത് നല്ല കച്ചവടായിരുന്നു. ആ ചിറ്റമ്മയെല്ലാം നശിപ്പിച്ചത്. കൊച്ചച്ഛൻ ഒരു കൈ നോക്കിക്കൂടെ? ആര്? നിന്റെ ചിറ്റമ്മയോ? എന്നിട്ട് വേണം നിന്റെ അച്ഛൻ ആ മോഹന്റെ അടുത്ത് പെരുമാറുമല്ലോ എന്നെ പെരുമാറി ആശുപത്രിയുള്ള കല്ലടി പോടി. അയ്യോ അതല്ല, ചായക്കട നടത്തുന്ന കാര്യമോ പറഞ്ഞ്. ചായക്കട ചായക്കട ഇനി ആർക്കും നടത്താൻ കൊടുക്കുന്ന പ്രശ്നമില്ല. ചേട്ടാ, ഞാൻ പറയുന്ന ഒരു കമേഴ്ഷ്യൽ ലെവലിലാണ്. വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ട് ചെതലെടുത്ത് നശിപ്പിക്കുന്നതിനേക്കാൾ പ്രസ്തുത കട എന്നെ ഏൽപ്പിച്ചാൽ ചേട്ടന് മാസാമാസം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. വെറുതെ വീട്ടിലിങ്ങനെ ചൊറിയുത്തിയിരിക്കല്ലേ. അങ്ങനെ ഒരു ചായക്കട തൽക്കാലം മരിച്ചു നീ ഇപ്പൊ വിചാരിച്ചാൽ മതി. ആ സ്ഥലം അബൂബക്കറിന്റെ. ഞാനും അബൂബക്കറും കൂടി 65 വാങ്ങിയതാ. ചായക്കട ഇരിക്കുന്ന 20 സെന്റ് സ്ഥലം അവന്റെയാ. അവൻ 85 മരിച്ചു. ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു ഞങ്ങള്. അതൊക്കെ നിനക്കറിയാലോ. തലശ്ശേരിന്ന് അവന്റെ അവകാശികൾ ആരെങ്കിലും വന്നാൽ അവർക്കേ ഞാൻ ആ സ്ഥലം കൊടുക്കൂ. കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ അതുവരെ ആ കട നടത്തുന്നതിൽ ഞാൻ നടത്തുന്നതിൽ എന്താ ഒരു പ്രശ്നം? അയ്യോ, അതെ, രാഘവട്ടം പറയുന്നൊരു കാര്യമില്ലേ? കുറച്ച് വാടക കിട്ടുന്നത് വെറുതെ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? ഓ അത് ശരി. ഇവൻ ചായക്കട നടത്തണം, എന്നിട്ട് ചായ അടിക്കാൻ ഏതെങ്കിലും അഴകിയ രാവണം വരണം. അവൻ വായയിൽ വെള്ളം ഇറക്കി നിന്റെ പിന്നാലെ നടക്കണം. അല്ലേ? ഇതാ രാഘവേട്ട, ഇങ്ങക്ക് എപ്പോഴും എന്നെ സംശയമാ. എനിക്കങ്ങനെ എപ്പോഴും സംശയമില്ലേ മോളെ. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തൊട്ട് തുടങ്ങിയതാ നിന്റെ സംശയം. അവർക്ക് പറയാനുള്ളത് തുറന്ന് പറഞ്ഞോട്ടെ ചേട്ടാ. ഇതുപോലെ തുറന്ന് പറയാത്തോണ്ട് പണ്ട് മുനിയാണ്ടി വണ്ടി വെച്ച് റാവൽപിണ്ടിയിലെ ഞാൻ ഇനി ആ കട ആണുങ്ങൾക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല. അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ കട നടത്താൻ കഴിവുള്ള സ്ത്രീകൾക്കേ കൊടുക്കൂ. എന്നാ പിന്നെ ചിറ്റമ്മ നടത്തട്ടെ. ചിറ്റമ്മ കട നടത്ത പോടി. ചേട്ടാ, അവളൊന്നും ചെയ്യരുത്. കേറി പോടി. ഇങ്ങനെ രൂപം വീട്ടിലുണ്ടെങ്കിൽ മനുഷ്യൻ എങ്ങനെയാ സമാധാനമായിട്ട് ഉറങ്ങും? പെണ്ണുങ്ങൾക്ക് കൊടുക്കും. പെണ്ണുങ്ങൾക്കേ കൊടുക്കും. ചേട്ടാ, ഒരാൾ സഞ്ജീവായിട്ട് ഓടി പോകുന്നുണ്ടോ? സഞ്ജീവായിട്ടോ? ഇത് അവിടെ ഒന്ന് ഒരു ആട്ടോ പിടിച്ച് അങ്ങോട്ട് പോയി. അപ്പൊ താങ്ക് യു. എടാ മീറ്ററേ, ഈ മീറ്റർ അടിച്ച് മാറ്റുന്ന പരിപാടി നിർത്താറായല്ലോ. ഇവിടെ മീറ്റർ പോയേ. രാഘവൻ ചേട്ടൻ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണ പണി നിർത്താനേ ഞാൻ ഈ പണി നിർത്താം. എന്തേ? എടാ മീറ്ററേ, ഞാൻ ആ പഴയ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തി. നിന്നെ ഞാൻ തപ്പി നടക്കാൻ. നീ അതിന് പറ്റിയ കക്ഷി. നിനക്ക് ഞാനൊരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം. നീ എന്റെ കൂടെ വരൂ. ഞാനും നീയും കൂടി ഒരു ജുവലറിയുടെ അടുത്ത് ഒരു ചായക്കട നടത്തും. നല്ല കച്ചവടമുള്ള സ്ഥലം. ലാഭം 50-50. പക്ഷേ നിന്റെ ഈ അടിച്ചു മാറ്റുന്ന സ്വഭാവം നിർത്തണം. എന്നാലേ ഉള്ളൂ. വരുമാനം കൊണ്ട് അടിച്ചു മാറ്റലിന്റെ ആവശ്യമില്ലല്ലോ വായി. പിന്നെ ഡെയിലി ഒരു 2 മണിക്കൂർ ടൈം തരണം. അതെന്തിനാ? അല്ല, 2 മീറ്ററിന്റെ പണി നടത്താലോ. ഇല്ലില്ല, ഭരതേട്ടന്റെ കടയായിരിക്കും അല്ലേ? അതെ, ഇപ്പൊ പൂട്ടിക്കിടക്കാണല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഭരതേട്ടൻ കട ആണുങ്ങൾക്ക് കൊടുക്കൂല, പെണ്ണുങ്ങൾക്കേ കൊടുക്കൂ.
തലശ്ശേരിക്കാരൻ അബൂബക്കറിന്റെ ഇത്തായുടെ വരവും കാത്തിരിക്കുകയാണ് ഭരതേട്ടൻ. അതുകൊണ്ട് നമുക്കൊരു കളി കളിക്കണം. എന്ത് കളി? നീ തലശ്ശേരിയിൽ നിന്ന് വരുന്ന ആമീന താത്തയാവുന്നു. ₹10. അപ്പളേ കിളവി ആരെന്തതിന്റെ കളവി? എന്നാ ശരി കന്യകേ, ഈ ഭരതന്റെ വീട് എവിടെയാ? ചോദിച്ചിട്ട് ഒരു മനുഷ്യനെ അറിയാൻ പാടില്ല. ആ ഭരതൻ എന്ന് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. വിത്തൗട്ട് ഭരതൻ എന്ന് പറയുന്നു. വിത്തൗട്ടാ? എവിടെയാ? ആ കാണുന്ന വീടാ. അപ്പൊ വലിയ ഉപകാരം മക്കളെ. അയ്യേ, ഈ സാധനത്തിന് എവിടുന്ന് കെട്ടിയെടുത്തതാ? തലശ്ശേരിന്ന്. അപ്പൊ വരട്ടെ കന്യകേ. എന്തായിരിക്കും വിത്തോട്ട് ഭരതെന്ന് വിളിക്കണേ? കണ്ടുപേര് ഇടൂലായിരിക്കും. ഇതാണ് പഠിച്ചോനെ വീട്. തെറ്റാണ്ട് ഇരുന്നാ മതിയായിരുന്നു. അല്ല ഇവിടെ ഒന്നും ആരും ഇല്ല. ആരായി കിടക്കണത്? ഒറ്റക്കെട്ടില് തവള കുഞ്ഞ് കിടക്കണ പോലെയുണ്ട്. ആരാ? മനസ്സിലായില്ലല്ലോ. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയാടാ, നിനക്കെന്നെ മനസ്സിലായില്ലെന്ന്. ഇല്ല, മനസ്സിലായില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്കണ. നിനക്കോർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നീ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്കൂൾ ആനിവേഴ്സറിക്ക് പാടാൻ ഒരു പാട്ട് പഠിപ്പിച്ചാട്ടേത്താ എന്നും പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിലിരുത്തിയ നിനക്ക് ഞാനൊരു പാട്ട് പഠിപ്പിച്ചു തന്നത്. കദളിവായ കയ്യിലിരുന്ന് കർത്തകാക്ക ഇന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ വന്നാട്ടെ. എന്നിട്ട് 1ാം സമ്മാനം കിട്ടിയപ്പോ നീ ഓടി വന്നിട്ടാടെ ഈ കവളത്ത് തന്ന ഉമ്മയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടില്ല മോനെ. നീ കരയണ്ട. നിന്നെ കരയിപ്പിക്കാനും വിഷമിപ്പിക്കാനും വേണ്ടി പറഞ്ഞല്ല. കറുത്തതൊക്കെ വെളുത്തതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചളമാക്കരുത് കേട്ടോടാ. നിന്റെ ചേട്ടൻ കരയണ നീ എന്തിനാണ് അങ്ങനെ കരയണ? അവന് കരയാണ്ടിരിക്കാൻ പറ്റുമോ? അവന്റെ ഇല വിരിഞ്ഞു പോയ കൂട്ടുകാരൻ അബൂബക്കറിന്റെ ഏക ഇത്തായില്ലടാ ഞാൻ. സൂപ്പർ ഉരുപ്പിടിയാണുള്ളത്. വെറുതെ അല്ല ഇയാളെ കോലം കെട്ട് പോയി. ചേട്ടന്റെ ഭാര്യയാണ്. ഇതാണല്ലേ ഭരതന്റെ 2ാമത്തെ കെട്ടിയോട് രാജമ്മ. രാജമ്മേ, ഞാൻ പറയാറില്ലേ നമ്മുടെ മോളെ രാജമ്മ. അല്ലാ, മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുഖം ഒന്ന് കാണാനുള്ള നല്ല രസീവെള്ളമുള്ള ഭരതൻ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നീ നിന്റെ ആദ്യത്തെ കെട്ടിയോളം തമ്മിൽ തല്ലി കൊടുപ്പോ പേടിച്ചിട്ട് അവൾ എന്റെ കൂടെ വന്ന് അന്തി ഉറങ്ങണം. ഇവളും അതുപോലെ വഴക്കുണ്ടാക്കാറുണ്ടോ വല്ലപ്പോഴൊക്കെ? അത് മതി. മോളെ, ദേ നമ്മുടെ അല്ലാ, ഇത് ഞമ്മടെ സീതമോളല്ലേ? പടച്ചോനെ, പണ്ട് ഞാൻ കാണുമ്പോ ഇത്രയേ ഉള്ളൂ. നീ അങ്ങോട്ട് വളർന്ന് കൊന്നത്തങ്ങോയായി പോയിട്ടൊരു മുത്തേ. ചായ കുടിച്ചിട്ടാവാം. അല്ലെങ്കിൽ ഒരാരെങ്കിലും ഭർത്താനം പറഞ്ഞോണ്ടിരിക്കുക ഇടക്ക് വന്ന് പ്രശ്നമുണ്ടാകും. പണ്ടിയുള്ള പരിപാടിയുണ്ട്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയെ ഇനി മുതൽ ഇതുങ്ങൾ രണ്ടാക്കും ഒരു കുറവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല. എനിക്കത് മതി, അത് മതി. 280. ആദ്യ ദിവസം തന്നെ 280 രൂപ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു 6 മാസം കൂടി കഴിയുമ്പോ ഈ ഹോട്ടൽ പൊളിക്കേണ്ടി വരും. അപശകുനം പറയാതാടാ തെണ്ടിയുടെ മോനെ. പൊളിച്ച് കളഞ്ഞിട്ട് 5 സ്റ്റാർ ഹോട്ടലാക്കേണ്ടി വരുമെന്ന്. എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. ദിവസം 3 നേരം നല്ല ശാപ്പാട്, കയ്യിലും ബാങ്കിലും നിറയെ കാശ്,
സഞ്ചരിക്കാൻ ഒരു AC കാറ്, കുടിക്കാൻ വിദേശ സ്കോച്ച്, പിന്നെ ഡെയിലി നല്ലൊരു ഉറക്കം. അത് ശരി, ഞാൻ കരുതി. നീ എന്തോന്ന് കരുതി? ഇല്ല, ഞാൻ വെറുതെ കരുതി. അപ്പോ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ഓക്കെ, പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ. പിന്നെ എങ്ങനെ ഉരുട്ടണം? ഭരതേട്ടന്റെ മേളിലത്തെ പണിതീരാത്ത മുറി വാടകയ്ക്ക് കൊടുക്കാം. ബെസ്റ്റ് ഐഡിയ. പക്ഷെ അത് 50-50 ഇല്ല. ഇല്ലേ? അങ്ങനെയാണ് ഞാൻ ഈ കുപ്പ അഴിക്കാൻ പോവാ. അഴിക്കരുത്. പദ്ധതി നടപ്പിലായ തരാവടാ. അങ്ങനെ വഴിക്കുവാ. പക്ഷെ ഈ പണി തീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും? തപ്പണം. അത് നേരാ. തപ്പാനും തടി തപ്പാനും ചേട്ടൻ കവിഞ്ഞിട്ടേ ആളുള്ളൂ. കടമനിട്ട കവിതകൾ എപ്പോ കേട്ടാലും നമ്മുടെ മനസ്സ് ആർദ്രമായി പോകുമല്ലേ? എന്നാലും എനിക്കേറെ ഇഷ്ടം മധുസാറിന്റെ കവിതകളാണ്. ബാബുനോ? എനിക്കിഷ്ടം പ്രേംനസീറിന്റെ കവിതകളാണ്. പ്രേംനസീർ കവിത എഴുതുമായിരുന്നോ? പിന്നെ, പക്ഷെ അതാർക്കും അറിയില്ലായിരുന്നു, പ്രേംനസീറിന് പോലും. ഏകാന്തത വേട്ടയാടുന്ന നിമിഷങ്ങളിൽ പ്രേംനസീർ സാറ് കവിതകളെ വേട്ടയാടുമായിരുന്നു. അതൊന്നും അറിയില്ലല്ലേ മണ്ടി പെണ്ണെ. അപ്പൊ നാളെ കവിയരെങ്കിലും വെച്ച് കാണാം. എന്താ? കാണാം. ഓ ശരി. ലക്ഷ്മി, ഇപ്പോഴാ ഓർത്തത്, സുകുമാർ അഴീക്കോടിന്റെ പുതിയ ഡിറ്റക്റ്റീവ് നോവൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഡിറ്റക്റ്റീവ് നോവലോ? അത് ഞാൻ പറ്റിക്കാൻ പറഞ്ഞതാ. കവിതാ സമാഹാരം. അതിന്റെ ഒരു പുതിയ കോപ്പി വാങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. ഞാനാണെങ്കിൽ പേഴ്സ് എടുത്തില്ല. ഇനി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ലേറ്റ് ഒരു 200 രൂപ ചേഞ്ച് ഉണ്ടാവോ കയ്യില്? ഓ, അതിനെന്താ? ഈ കവിതാ സമാഹാരങ്ങൾക്കൊക്കെ ഇപ്പൊ എന്ത് വിലയല്ലേ? എന്നാ കാണാട്ടോ. ചുട്ടു തിന്നെങ്കിൽ അത് വിശന്നിട്ടായിരിക്കും. കറുത്ത മക്കൾക്ക് റെസ്റ്റ്. ഇനി കുറച്ചു നേരത്തേക്ക് വെളുത്തത്. Before we close, here is the news summary. In Madhya Pradesh, polling for 170 assembly seats will take place tomorrow. Noted diplomats and academicians view the Shimla Agreement as the framework for improving Indo-Pak relations. The railways are to launch an insurance scheme to cover passengers hurt in riot and terrorist acts. റേഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നേ. And in cricket, India meets West Indies. രാവിലെ മുതൽ ഓഫീസിലിരുന്ന് മുഷിഞ്ഞു വരിക. ഏയ്, അങ്ങനെ മുഷിഞ്ഞിട്ടൊന്നുമില്ല. AC റൂമിലല്ലേ എപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ മുഷിയൊന്നുമില്ല. ഫെർണാണ്ടസിന് അറിയാഞ്ഞിട്ടാ. ട്രാവൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ അവേഴ്സ് ബിസി ആയിരിക്കും. ഫെർണാണ്ടസിന്റെ അടുത്ത് വരുമ്പോഴാ ഒരു സമാധാനം. You know, manager always seeks my help and assistance for everything. I'm not just one among the 60 staff members for him. You see, I'm supposed to make fax, telex, phone calls, and what not. I don't simply get time to attend the customers at the ticketing counter. Oh, a boring mechanical life. I'm fed up. ഷീല, എന്റെ അച്ഛൻ, സോറി ഡാഡി, എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. Fernandez. ഷീല, you know, cigarette smoking is injurious to health. Oh, you're too naughty. Okay. Nothing official about it. ഷീലയ്ക്ക് ഇവിടെ ഇറങ്ങണോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകാം. സത്യം പറയാലോ ഷീല, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ പെണ്ണ. താൻ അടുത്തുള്ളപ്പോ I forget everything, even the steering.
92 മോഡലാ, ഒറിജിനൽ കേരള. 180 ഒരു പൈസ കുറയില്ല. ഒരു മിനിറ്റ്. സർവീസ് ചെയ്ത വണ്ടി പോയി എടുക്കാൻ ഇത്ര സമയോ? പല പ്രാവശ്യമായി നീ ഇത് ആവർത്തിക്കുന്നു. എനിക്ക് വണ്ടി കച്ചവടം നടത്താൻ ഒരു പ്യൂണിന്റെ ആവശ്യമില്ല, അത് ഓർമ്മ വേണം. പോയി ചായ മേടിച്ചോണ്ട് പാടും. ഹസനിക്കയുടെ കടയിൽ നല്ല ചൂട് പഴംപൊരി ഉണ്ടാവും. വേണ്ടല്ലേ? ഹലോ, ഈ ആധാരെഴുത്തരം വാസുള്ളയുടെ വീടേതാ? വാസുള്ള മരിച്ചുപോയല്ലോ. അയ്യോ, ഞാൻ ഇന്നലെയും കണ്ടാണല്ലോ. അപ്പൊ പിന്നെ മരിച്ചുപോയ വാസുള്ള ഏതാ? വണ്ടി നിർത്ത്. താനല്ലേ പറഞ്ഞു വാസുള്ള മരിച്ചുപോയെന്ന്? താൻ കണ്ടത് മരിച്ച വാസുള്ള ആണെങ്കിലോ? ഓ, അത് ശരി. ഫെർണാണ്ടസ്, ഫെർണാണ്ടസ്, ഫെർണാണ്ടസ്. അയ്യോ ഫെർണാണ്ടസ്, ഇതെന്ത് പറ്റി? നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ. ഞാൻ ഫെർണാണ്ടസ് ഒന്നുമല്ല, എന്റെ പേര് ബാലസുബ്രഹ്മണ്യൻ എന്നാ. വിനായകനേ വിനസീപ്പവനേ ഉമാ ഉമാപതിയേ ഗുരുവേ ശരണം. ഇതെന്ത് പറ്റി? ഇതിലും കൂടുതൽ പറ്റേണ്ടതാ. ഗുരുവേ ശരണം. നിർത്ത്, നിർത്ത്, നിർത്ത്. എന്താ ഇത്? ബ്രേക്ക് കുറവാ സർ. ഇതാണ് ഹോട്ടൽ. അത് ഹോട്ടലല്ല, ഹോട്ടലിന്റെ ബോർഡ്. താത്ത എവിടാ? താത്ത ഭരണചേരന്റെ വീട്ടിൽ പോയി. എപ്പോ പോയി? 1 മണിക്കൂറായി. സാറേ, റൂം കാണിച്ചു തരാം, എനിക്ക് വേറെ പണിയുണ്ട്. വന്നാട്ടെ, വേഗം വന്നാട്ടെ. അമ്മേ, അയ്യോ. ഇതാണ് റൂം അല്ലേ? അല്ല, റൂമിന്റെ പൂട്ട്. പോരാ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, ഫാനില്ല, വെള്ളമില്ല. പിന്നെ എന്നെപ്പോലൊരു എഞ്ചിനീയർ ഇവിടെ താമസിക്കാന്ന് വെച്ചാല് 4-5 മാസത്തേക്കല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്വാൻസ് തരുമല്ലോ. തരണം. 1000 ഉണ്ട്. ഇരിക്കൂ. സോറി, ഇവിടെ ഇരിക്കാനൊന്നുമില്ല, ഞാൻ താത്തയെ വിളിച്ചോണ്ടിരാം. താത്തയുടെ പുറത്താണോ ഇരിക്കുന്നത്? ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. വേഗം വിട്ടേക്കണ, എന്നിട്ട് വേണം ഇവിടെ തടവാൻ. ഇത്ത പോയിട്ട് വേഗം വരാട്ടോ തങ്കക്കുടങ്ങളെ, വേഗം വരാൻ മതി. എന്ത് നല്ല പാട്ടാ. വലിക്കില്ല, ആളുകൾ കാണും. എടാ നാറി, മേലിൽ ആവർത്തിക്കരുത്. മേലാവർത്തിക്കാണ്ട് തലയിലാവർത്തിച്ച് കഴിഞ്ഞാൽ തലക്കല്ലേ സുഖം കിട്ടുള്ളൂ. എടാ പുല്ല, നീ എന്റെ വീട്ടിൽ കയറി മേലിലും തലയ്ക്കൊന്ന് സുഖം ഉണ്ടാക്കാൻ വേണ്ട. വാടകയ്ക്ക് ആളെ കിട്ടി. അപ്പോ ഞാനും ഒരാളെ തപ്പിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. തപ്പിക്കൊണ്ടുവന്നു? ഞാൻ കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നുമല്ല, ഒരു എഞ്ചിനീയറാ. ഞാനും കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നുമല്ല, ഡോക്ടർ 1000 രൂപ അഡ്വാൻസ് മേടിച്ചു. എനിക്കിനി വാക്ക് പറയാനൊന്നും പറ്റില്ല. പിന്നെ എനിക്ക് വാക്ക് പറയാൻ പറ്റുമോ? ഞാനും വാങ്ങി രൂപ 1000 അഡ്വാൻസ്. ആളെ ഇവിടെ മുറിയിൽ ഇരുത്തിരിക്കുക, നീ വാ. ഞാനങ്ങോട്ട് വരില്ല, പുലിയോലാവും. എന്ന് പറഞ്ഞാ പറ്റില്ല, നീ വാ. ശരിയാവില്ല. എന്നൊരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും വാക്ക് മാറണ്ട, രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു മുറി താമസിച്ചോട്ടെന്താ? അതെയോ? എന്നാ പോവാ. സൂര്യ നെല്ലിക്ക. ഇയാള് എവിടെ പോയി കിടക്കുന്നത്? ഇങ്ങോട്ട് നീങ്ങിയില്ലേ താത്ത? ഇതാണ് താത്ത, ഭയങ്കര നാണക്കാരിയാ. എവിടെയോ ഞാനിത് വൈഫാ? വേറെ ആളുടെ. ഞാനൊരു എഞ്ചിനീയറാ, മാരീഡല്ല, പക്ഷെ വളരെ ഡീസന്റ്. ഞാനിവിടെ താമസിക്കുന്നോണ്ട് വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല. അതാളെ കണ്ടപ്പോഴേ വെടി കിട്ടി, ശല്യം മാത്രം ഉണ്ടാവൂലെന്ന്. താമസിക്കാൻ നോക്ക്. താമസിക്കണ്ട. താമസിക്കണ്ടേ? അല്ല, സമയം താമസിക്കണ്ട. വെള്ളമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ വെള്ളം ഇവിടെ നിർത്തി. അയ്യോ അതല്ല, കുളിക്കാൻ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ പുറത്ത് കിണറുണ്ട്. അപ്പൊ പൈപ്പ് കണക്ഷൻ ഇല്ലേ? അതെ, സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. മോളിൽ തന്നെ കഴിഞ്ഞോളണം. അതെന്ത്? അല്ല, ഇവിടെ ഒരു പുള്ളിയുണ്ട്, അവനോട് പറഞ്ഞാൽ മതി, പാഴ്സലായിട്ട് മുകളിലോട്ട് അയച്ചുകൊണ്ടേ തരും. വേഗം ചെല്ലെ താമസിക്കാൻ നോക്ക്. അല്ല, താത്തയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടു കാണാൻ വഴിയില്ല, ഞാനങ്ങനെ വെളിയിലിറങ്ങണ സൈസ് അല്ല. ശരി. അപ്പോ ഇനിയിപ്പോ ഡോക്ടർ വരുമ്പോ എന്ത് ചെയ്യും?
ഏതായാലും നനഞ്ഞില്ലൂടെ കോയ, ഇനി കുളിച്ച് കയറാം. ഡോക്ടർ വന്നോ? ചെല്ലുവാങ്ങ, വേഗം ചെല്ല. എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടാളും കൂടി ഇല്ല, മനസ്സിലായോ? കാശ് ഇവിടെ വെച്ചിട്ട് പോടാ, പോ. സാർ, മുകളിലെ മുറി ശരിയാക്കിയിട്ടുണ്ട്. അതെയാ? ആ, എന്റെ എന്റെ ഒരു സന്തോഷത്തിന്. അത് ശരി. അപ്പൊ ആളെ താമസിപ്പിക്കാൻ പോണെന്ന് കേട്ടത് നേരാണല്ലേ? നീ ആരടാ? കിരീടമില്ലാത്ത രാജാവോ? ഇന്ന് മാരുതി ഡീലക്സ്, നാളെ മാരുതി സെൻ, മറ്റന്നാൾ മാരുതി 1000. രാവിലെ മഞ്ജു, ഉച്ചയ്ക്ക് രാധ, വൈകുന്നേരം ഷീല. ഭ്രാന്തനായിരിക്കൂ. ആഹാ, ഒരു കിരീടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ. കുരങ്ങ് തൊപ്പി വെച്ച പോലെ ഇരുന്നേനെ. പക്ഷെ ഇവിടെ നീ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നീ ബ്രോക്കറല്ല, ഡോക്ടറാണ്. ഓഹോ. ഡോക്ടർ ശങ്കർ. യെസ്, കമിൻ. എന്താണ് അസുഖം? നാക്ക് നീട്ടു. ആ, ഓക്കെ. ഓ, അത് ശരി, ഫ്രാഡാണല്ലേ. ഒരു നാഴി മറ്റൊരു നാഴി പോകില്ല. താൻ ആരാടോ? എടോ, താൻ എന്തിനാണ് എന്റെ റൂമിൽ എന്റെ കട്ടിൽ വന്ന് കിടക്കുന്നത്? എന്റെ റൂമും എന്റെ കട്ടിലോ? ദിസ് ഈസ് മൈ റൂം ആൻഡ് ദിസ് ഈസ് മൈ കട്ടിൽ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഐ ആം ആൻ എഞ്ചിനീയർ. യു നോ ദാറ്റ്? എന്നാൽ ഐ ആം എ ഡോക്ടർ, MBBS. യു നോ ദാറ്റ്? നമസ്കാരം. ഗ്ലാഡ് ടു മീറ്റ് യു. ഐ ഓൾസോ. ഡോക്ടറോ അതോ ബ്രോക്കറോ അതോ കിരീടമില്ലാത്ത രാജാവോ? അതിരിക്കട്ടെ, ഈ മഞ്ജുനെയും രാധയും ശീലയൊക്കെ എനിക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തന്നൂടെ? ഒരു ഡോക്ടറോടാണ് നിങ്ങൾ സംസാരിക്കുന്ന ഓർമ്മ വേണം. മൈ ഡിയർ ഫ്രാഡ് ഡോക്ടർ, ഞാനൊരു കാര്യം പറയട്ടെ. ലോകത്ത് ഒരു ഡോക്ടറും ഇതുപോലൊരു ചെറ്റമുറിയിൽ താമസിക്കാൻ വരില്ല. നോക്ക്, ഇതുപോലൊരു വൃത്തികെട്ട പെട്ടി ലോകത്ത് ഒരു ഡോക്ടറും ഉപയോഗിച്ച് കാണില്ല. ഇത് എന്റെ പെട്ടിയല്ല, എന്റെ കമ്പൗണ്ടറുടെ പെട്ടിയാ. കമ്പൗണ്ടർ നീലേന്ദ്രൻ എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ വേൾഡ് ഫേമസ് അല്ലേ. കൈകൊണ്ട് കക്കാനറിയാം, പക്ഷേ നിൽക്കാനറിയില്ല. ഇവിടെ എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾ ആരാ മിസ്റ്റർ? ഞാൻ പട്ടിണിയും ദാരിദ്ര്യവും എന്നാൽ ആഭിജാത്യവുമുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പഠിച്ചുയർന്ന ഒരു MSc എഞ്ചിനീയർ. അതെ, ഒരു വിരൽ തുമ്പിൽ അമ്മയെയും മറ്റേ വിരൽ തുമ്പിൽ അമ്മൂമ്മയെയും പിടിച്ച് കരഞ്ഞുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു ബാലൻ. ബാലന്റെ നാട് എവിടെയാ? പേര് ബാലൻ എന്നല്ല. അപ്പൊ നാട് ബാലൻ എന്നാണോ? പേര് രമേശ് കുമാർ, നാട് രാമമംഗലം. മിസ്റ്റർ രമേശ് കുമാർ, യെസ്. ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നിങ്ങളെ പോലുള്ള ഒരു എഞ്ചിനീയർ ഇതേപോലത്തെ ചെറ്റമുറിയിൽ താമസിക്കേണ്ട കാര്യം എന്താ? അതിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത്. വളരെ കഷ്ടപ്പെട്ട് എഞ്ചിനീയർ പദവി എത്തിപ്പിടിച്ചവനാ ഞാൻ. അതുകൊണ്ട് എന്റെ ജീവിത അവസാനം വരെ ഇനിയിപ്പോ എത്ര വലിയ എഞ്ചിനീയർ ആയാലും, ചീഫ് എഞ്ചിനീയർ ആയാൽ പോലും ഇതുപോലെ താണ സ്ഥലത്തെ ഞാൻ താമസിക്കൂ. താണ നിലത്തെ നീരോടൂ. തപസ്സിരുന്നേ പൂവിരിയൂ താണ നിലത്തെ. ഒരു പിട്ടപ്പില്ല. താൻ താഴെ കിടന്ന് തപസ് ചെയ്തോ, ഞാൻ ഈ കട്ടിൽ കിടന്ന് ഉറങ്ങിക്കോളാം. ശരി, നിർബന്ധമാണെങ്കിൽ ഇവിടെ തന്നെ കിടന്നോളൂ. പക്ഷേ താൻ ഡോക്ടർ അല്ല, വെറും ബ്രോക്കർ ആണെന്ന് ഈ പാതിരാത്രിക്ക് തന്നെ ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിരിക്കും. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാം. ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല. വേണമെങ്കിൽ എന്നും രാവിലെ തന്നെ ഓഫീസിൽ എന്റെ മാരുതിയിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഇപ്പൊ എന്നെ സുഖിപ്പിക്കണ്ട. എവിടത്തെ എഞ്ചിനീയറാന്നാ പറഞ്ഞത്? അപ്പൊ അത് പിന്നെ സ്ഥിരമായിട്ട് ഒരിടത്തല്ല, സ്ഥലം ഇങ്ങനെ മാറി മാറി വരും. ഇപ്പോ പള്ളിമുക്കില്ല. ശരി, എന്നാ നമുക്ക് ഉറങ്ങാൻ നോക്കാം. എനിക്കൊന്ന് ഉറക്കം വരും തോന്നില്ല. എന്നാ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേക്കോ ബാല. ബാലനല്ലടാ കാല. സോറി ബാല. അല്ലെങ്കിലും നമുക്ക് നേരത്തെയും വിശ്വാസക്കുറവൊന്നുമില്ലായിരുന്നു. ഉണ്ണിയെ കണ്ടാൽ അറിയാമല്ലോ, ഊരിലെ പഞ്ഞി. പഞ്ഞിയല്ല, പഞ്ഞം. അപ്പോ നമ്മൾ കമ്പനി ആവുകയാണ്. കമ്പനിയുടെ തുടക്കം എന്റെ വീട്ടിൽ വെച്ച് തന്നെ ആയിക്കോട്ടെ. ഈ വരുന്ന April 14 എന്റെ ബർത്ത്ഡേ ആണ്. അന്ന് നിങ്ങൾ എല്ലാരും വരണം. പക്ഷെ ഒരു കാര്യം, വേറെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് പപ്പയുടെ മുമ്പ് വെച്ച് ഞാൻ നിങ്ങളോട് യാതൊരു പരിചയവും ഭാവിച്ചില്ല. അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് എന്നോട് അഭിനയിച്ച പോലെ. കറക്റ്റ്. കാൾട്ടൺ കൊക്കോകോള ഞങ്ങളോട് വല്ലതും ചോദിച്ചാലോ? കൊക്കോളയല്ല, നിക്കോള. ഓ, കൊക്കോകോള ഒരു സോപ്പിന്റെ പേരാണല്ലേ. വല്ലതും ചോദിച്ചാലോ? പപ്പ നിങ്ങളെ കാണണ്ട. ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങളും ഇൻവൈറ്റഡ് ഗസ്റ്റ് ആണല്ലോ. അതും ഇൻവൈറ്റഡ് ബൈ ദ ഹീറോയിൻ ഓഫ് ലൊക്കേഷൻ. എന്താ? ഓക്കെ, എഗ്രീഡ്. അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ വിഷ് ചെയ്യാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. Happy birthday to you. Happy birthday to you.
താങ്ക് യു. അനുജ പോലെ ഞാൻ ഇപ്പൊ വരാം. നിനക്ക് കേക്ക് കിട്ടിയോ? അങ്കിളിനെ വലിയങ്കിള് വിളിക്കുന്നു. ശരി, മോള് വയ്ക്കോ, ഞാനിപ്പോ വരാം. ഇതങ്ങോട്ട് ജോബി, നീ ഇവരോട്ട് അങ്ങോട്ടിരി. എക്സ്ക്യൂസ് മീ, ഞാൻ പോരാം. ആ, ഇത് മിസ്റ്റർ മാത്യൂസ്, എന്റെ നെവ്യാണ്. ഹലോ, ഹലോ. ഐ എം സാക്ഷാൽ. ഹായ്. എന്റെ എല്ലാ ബിസിനസ്സും മാനേജ് ചെയ്യുന്നത് ഇയാളാണ്. ശരിക്കും എന്റെ കമ്പ്യൂട്ടർ. ഏയ്, അങ്ങനൊന്നുമില്ല. ഐ ആം ജസ്റ്റ് എ സർവന്റ് obeying the orders of this master by. എന്നാ ഞങ്ങളങ്ങോട്ട്. ശരി, ഓക്കെ. ആ മാത്യൂസ്, ക്ഷണിച്ചവരൊക്കെ എത്തിയല്ലോ അല്ലേ? ഓൾമോസ്റ്റ് ഓൾ. ആരെന്ത് ചോദിച്ചാലും ടെൻഷൻ അടിക്കരുത്, ബബ്ബ അടിക്കരുത്. നമ്മൾ എല്ലാവരും ക്ഷണിക്കപ്പെട്ടവർ തന്നെയാണ്. മൊത്തത്തിൽ നല്ല സ്റ്റൈലായിരിക്കണം. ഓക്കെ ഓക്കെ. വന്ന് കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ? രാഘവേട്ടൻ വേണം ഇവരെല്ലാം നിയന്ത്രിച്ച് നിർത്താൻ. അക്കാര്യം ഞാൻ ഏറ്റത്. ഞാനൊരു സ്മോൾ എത്ര? 5? അയ്യേ, ഒരു കൺട്രോൾ വേണം. അതൊക്കെ ഉണ്ടാവും. ഇവിടെ കൺട്രോൾ ചെയ്യുന്ന കാര്യം ഞാനില്ല. അവിടെ ശരി, ഒരു സ്മോൾ ഒരു എക്സ്ക്യൂസ് മീ, നാൻസിയുടെ ആര്? ഞാൻ കോട്ടനങ്ങളുടെ പെങ്ങളുടെ മകളാ. അല്ല, മകൻ. ഓ, കട്ടപ്പനയിലുള്ള. അതെ അതെ, കട്ടപ്പനയുള്ള. മമ്മി, ലിസേനിയുടെ മോനാ. ജോർജേട്ടൻ വന്നിട്ടുണ്ട്. എപ്പോ വന്നു? ഓ, അങ്ങനെ. ഓ, അത് ശരി. ഞങ്ങൾക്ക് കളി വേഗം പോണ്ടതാ, പിള്ളേർക്ക് എക്സാം. ഇല്ല ആന്റി, അവര് പഠിച്ചോളൂ. പ്ലീസ് ആന്റി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നാൻസി, ഹായ്. കിട്ടോ? ഇതാരാന്ന് മനസ്സിലായോ? കാൽട്ടൺ കൊക്കോക്കോളയുടെ മരുമകൻ ഗോൾഡ് സ്പോട്ട് ലഷ്കർ പ്രഭുവാ. വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ, മൺഡേ, ബർത്ത്ഡേ എല്ലാ ദിവസവും എനിക്ക് ജോലിയുടെയാ. മനസ്സിലായോ? fill in the blank, answer the following the question. You go man, please give me 2 packs. മോളെ പേര് മോളീന്ന്. മോളിയാണ്. കുട്ടികളെ പേര് മോളിയാണ്. കല മാറി. എവിടെ നല്ല വയറ് ചേച്ചിയാവും. ചാറ്റത്തില്ലാത്ത മനുഷ്യർ കുറേശ്ശെ കുടിക്കാവൂ. എന്താ എങ്ങനെ? നാളെ വരാം. ഇല്ല, 3 പേപ്പർ സൈൻ ചെയ്യാൻ. ഇപ്പൊ എന്തിനാ മാറ്റിച്ച? നാളെ പോരെ? ഇത് അതിരാവിലെ വേണം. രജിസ്ട്രേഷൻ 10 മണിക്കാണ്. ഇറ്റ്സ് എൻ അർജന്റ് കേസ്. ലോകത്തിലൊക്കെ മരുന്ന് വിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ. കാലിന് ഡീസന്റിന്റെ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന് അവന്റെ മനസ്സിലുള്ള പറയട്ടെ. എന്ത് പ്രശ്നമായാലും എങ്ങനെയാടാ നീയൊക്കെ കാൾട്ടൻ നിക്കാലസിന്റെ വീട്ടിലെത്തിയത്? ഞാൻ മാരുതി വാനില്, ഇവരെല്ലാം ഓട്ടോറിക്ഷയില്. അതല്ലടാ ചോദിച്ചത്.
ഏത് വഴിക്കാണ് നിങ്ങളൊക്കെ കാട്ടൻ നിക്കാലാസിന്റെ വീട്ടിലെത്തിയതെന്ന്? ഞങ്ങൾ ആദ്യം പള്ളിമുക്ക് വന്ന് മെഡിക്കൽ ട്രസ്റ്റിന്റെ അവിടെ എത്തിയപ്പോൾ വൺ വേ ആയതുകൊണ്ട് ഞങ്ങൾ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് അമ്പലത്തിന്റെ അതുവഴി കയറി. ശങ്കർ കച്ചേരിപ്പടി വഴി വന്ന് കലൂര് വഴി നേരെ പാലാരി വഴി ഏതാണെന്നാ ചോദിച്ചത്? സത്യം പറ, മതിലെടുത്ത് ചാടിയല്ലേ നീയൊക്കെ കാട്ടൻ നിക്കാലാസിന്റെ വീട്ടിനകത്ത് കയറിയത്? അവിടെ മതിലില്ല. മതിലവിടെ ഉണ്ട്. മതിലില്ലടാ. ഇല്ല. തല്ലല്ലേ മോനെ, അവര് പാവത്തുങ്ങളാ മോനെ. അല്ല മോനെ, ഇത്ര മര്യാദയുള്ള ഒരു പിള്ളേരെ ഈ എറണാകുളം പട്ടണത്തിൽ കണ്ടുകൂട്ടാൻ ബുദ്ധിമുട്ടാ. പാവങ്ങളാ, വേറും പാവത്തിങ്ങളാ. ഇതാ മോനെ ജാമ്യോപേക്ഷ. അയ്യശ്വര മോശ, ഉപേക്ഷിക്കല്ലേ. നിങ്ങൾ ഇവരുടെ ആരാ? ഉടമക്കാരത്തി മനസ്സിലായില്ലേ? ഇവര് താമസിക്കുന്ന സ്ഥലത്തിന്റെ ഉടമക്കാരി ഞാനാണ്. ഈ സാറിന്റെ നോട്ടം കണ്ടു കഴിഞ്ഞാ എനിക്ക് വരെ നാണാവും. അപ്പൊ പിന്നെ കൊച്ചും പിള്ളേരാരും പറയാനില്ല. സുരേഷ് ഗോപിനെ പോലെ ഉണ്ട്, ഒരു തോക്കിന്റെ കുറവുള്ളൂ. ഒരങ്ങൻ. ഇവരെ വിടാം, പക്ഷേ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വരും. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാൻ നിക്കണോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാലും നിൽക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോ, മേലിലൊന്നും ആവർത്തിക്കരുത്. മനസ്സിലായില്ല? പോയിക്കോളാ ഉള്ള പോകാൻ പറഞ്ഞിട്ട് വേഗം തടി വട്ടാക്കാൻ നോക്കാം ചക്കന്മാരെ. കണ്ട പട്ടച്ചാരായോ കടിച്ചും കഴിച്ച് കണ്ണും പീസാക്കിയിട്ട്. നിങ്ങളാരും ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ട. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. വളരെ ഉപകാരം സാർ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. ഞാൻ പ്രശ്നം അതൊന്നുമല്ല. ഈർക്കിലിൽ തുണി ചുറ്റിയാൽ പുറകെന്ന് മാറാത്ത ആളാ എസ് ഐ കോഴി വാസു. അടിച്ചു വന്ന് കെട്ടിത്തൂക്കിയെന്നും വരും. അങ്ങനെയാണെങ്കിലേ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത്തവണ ഡെഡ് ബോഡി ആകാൻ പോകുന്നത് കോഴി വാസുവാണ്. ഷുവർ. മനസ്സിലായില്ല? മനസ്സിലായില്ലെങ്കിൽ തിരിച്ച് സ്റ്റേഷനിലോട്ട് ചെല്ലേ, അപ്പൊ മനസ്സിലായിക്കോളൂ. എനിക്ക് വേറെ പണിയുണ്ട്. ഇങ്ങോട്ട് സ്റ്റേഷനിൽ പോണെങ്കിൽ തിരിച്ചു കിടക്കണം. ആ പോലീസുകാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവൂ? വേണ്ടായിരുന്നു ഇവളെയൊക്കെ. താത്ത എവിടെ സാർ? എവിടെ? ദാ കിടക്കുന്നു നിന്റെ താത്ത. താത്തക്ക് എന്ത് പറ്റി സാർ? നിന്നൊക്കെ ഞാൻ ഇന്ന് അപ്പൊ അതെടുത്ത് അറിയല്ലേ? നിന്റെ അമ്മ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും ഞാൻ. ചേട്ടാ, ഞങ്ങൾക്ക് പറയാൻ ഒരു അവസരം എന്താ സംഭവിച്ചെന്നറിയോ? ആക്ച്വലി അതായത് ഇത് ആൾമാറാട്ടത്തിന്റെ ഒന്നും പറയണ്ട. പട്ടരുടെ കൂടെ 12 കാലം നിന്നിട്ടും കുടുംബം മുന്നിലാണോ പിന്നിലാണോ എന്ന് മനസ്സിലാക്കാത്ത മണ്ടനൊന്നുമല്ല ഞാൻ. അത് ശരിയാ, അത് മനസ്സിലാക്കിയ മണ്ടനാണ് ചേട്ടൻ. മണ്ടെന്ന് ഇനി പറഞ്ഞു ചേട്ടാ, അവന്റെ തന്തയ്ക്ക് പറയരുത്, അവൻ പാവമാ. മിണ്ടിപ്പോരുത്, ഇറങ്ങണ പുറത്ത്. ഞാനുമോ ജ്യേഷ്ഠ? അതേടാ നീയ. ഇനി ഒരു നിമിഷം പോലും ആരുടെ കാണാൻ പാടില്ല. എല്ലാവരും ഇറങ്ങ്. ഞങ്ങൾക്ക് കയറി കിടക്കാൻ വേറെ ഇടവില്ല ചേട്ടാ. നിങ്ങളൊക്കെ മണ്ണിന്റെ മക്കളാണെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നാ എവിടെയെങ്കിലും മണ്ണിൽ പോയി കിടക്കണ പട്ടികളെ. സാധുക്കളല്ലേ ചേട്ടാ, ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. കേറി പോടിയകത്ത്. ചേട്ടാ, ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ലേ? ഒരു വഴിയുണ്ട്. പറയൂ ജ്യേഷ്ഠ. ഞാൻ അടി തുടങ്ങി. രക്ഷപ്പെട്ടോ. മന്ത്രവാദത്തിന് ശക്തി ഉണ്ടടി ശാന്തേ.